ദൈവത്തിൻ്റെ ക്ഷമയ്ക്ക് അതിരിടരുത്. മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 21 മുതൽ 35 വരെ. ധ്യാനത്തിനായിട്ട് 35-ാം വാക്യം. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. മറ്റുള്ളവരോട് തെറ്റായ മനോഭാവം ഹൃദയത്തിൽ വെച്ച് പുലർത്തുന്നതിനേക്കാൾ കൂടുതൽ ചെലവ് വഹിക്കേണ്ട യാതൊന്നും ലോകത്തിലില്ലെന്ന് ചാൾസ് എൽ അല്ലൻ എന്ന ഗ്രന്ഥകാരൻ പറയുന്നു. അതുമൂലം നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം തകരുക മാത്രമല്ല, നമ്മുടെ ആത്മാവിന് പോലും നിത്യനാശം സംഭവിക്കുമെന്ന് പ്രസ്തുത ഗ്രന്ഥകാരൻ ചൂണ്ടിക്കാണിക്കുന്നു. ക്രിസ്തു ഈ സനാതന സത്യം പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരു വലിയ കടം വീട്ടാൻ കഴിവില്ലാത്ത സേവകൻ്റെ കടം ഇളവ് ചെയ്ത് കൊടുത്ത ഒരു രാജാവിൻ്റെ ദൃഷ്ടാന്തം ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ. ആ കഥയിലെ സേവകനാകട്ടെ തനിക്ക് ഒരു വലിയ സംഖ്യ കൊടുക്കാനുണ്ടായിരുന്ന കൂട്ടുകാരൻ്റെ പേരിൽ കേസ് കൊടുത്ത് അവനെ തടവിലാക്കി. ഈ സേവകൻ്റെ നിഷ്കരുണമായ പ്രവൃത്തിയെപ്പറ്റി അറിഞ്ഞ രാജാവ് അയാൾ കടം നേരത്തെ ഇളവ് ചെയ്ത് കൊടുത്തുവെങ്കിലും അത് റദ്ദ് ചെയ്ത ശേഷം അയാളെ കാരാഗൃഹത്തിലാക്കുകയാണ് ഉണ്ടായത്. മറ്റുള്ളവരോട് ക്ഷമിക്കുവാനുള്ള മനോഭാവം നമുക്കില്ലെങ്കിൽ ദൈവവും നമ്മുടെ കടങ്ങൾ ക്ഷമിക്കുകയില്ലെന്ന് ഈ കഥയിലൂടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. കൂടപ്പിറപ്പുകളോട് ക്ഷമിക്കാത്ത മനുഷ്യൻ ദൈവത്തിൻ്റെ ക്ഷമയ്ക്ക് സ്വയം അതിരിടുകയാണ് ചെയ്യുന്നത്. എല്ലാം ക്ഷമിക്കാം, എന്നാൽ അക്കാര്യം മാത്രം എന്നോട് പറയരുത്, അതായത് എനിക്ക് അവനോട് അല്ലെങ്കിൽ അവളോട് ക്ഷമിക്കാൻ സാധ്യമല്ല എന്ന് ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ക്ഷമയ്ക്ക് അതിരിടുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ ക്ഷമയ്ക്കും അതിരിടുന്നവനാണെന്ന് ഓർമ്മിക്കേണ്ടതാണ്. എന്നാൽ ദൈവത്തിൻ്റെ ക്ഷമയുടെ ആഴം കണ്ടെത്തിയവർ ക്ഷമയ്ക്ക് അതിർത്തി കൽപ്പിക്കുകയില്ലെന്ന് ഹൈവിൻഡ് അറ്റ് നോൺ എന്ന ഗ്രന്ഥമെഴുതിയ അലൻ നൈറ്റ് ചാൾസ്മേഴ്സ് പറയുന്നു. സംഭവകഥ ഇങ്ങനെയാണ്. പ്രസിദ്ധനായ ഒരു എഞ്ചിനീയറായിരുന്നു പിയർ ഹോം. അദ്ദേഹം ധാരാളം പണവും പ്രശസ്തിയും സമ്പാദിച്ചു. പക്ഷേ ഉദ്യോഗത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞു. പണമെല്ലാം നഷ്ടപ്പെട്ടു. ദാരിദ്ര്യവും രോഗവും അദ്ദേഹത്തെ ആശ്ലേഷിച്ചു. ഒടുവിൽ അദ്ദേഹം ജനിച്ചു വളർന്ന ഗ്രാമത്തിൽ ചെന്ന് പാർത്തു. ഭാര്യയും ഒരു മകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും വളരെ എളിയ തോതിലല്ലാതെ ജീവിക്കാനുള്ള വക അദ്ദേഹത്തിനില്ലായിരുന്നു. അവരുടെ വീടിന് തൊട്ടടുത്ത് താമസിച്ചിരുന്ന ജന്മിക്ക് ഭയങ്കരനായൊരു പട്ടിയുണ്ടായിരുന്നു. അതിനെ പൂട്ടിയിടണമെന്ന് പീറ്റർ ഹോം പലപ്പോഴും ആ ജന്മിയോട് പറഞ്ഞിട്ടുണ്ട്. മിണ്ടരുത്, എവിടെയോ കിടന്നിരുന്ന ഒരു തെണ്ടി വന്നിരിക്കുന്നു എന്നുള്ള ഭത്സനം മാത്രമായിരുന്നു ആ ജന്മിയിൽ നിന്ന് ഉണ്ടായ പ്രതികരണം. ഒരു ദിവസം ഉഗ്രനായ ആ നായ് പീറ്റർ ഹോമിൻ്റെ ഓമനപുത്രിയുടെ നേരെ ചാടി വീണു. കഴുത്തിന് പിടികൂടി. തൻ്റെ പുത്രിയുടെ നിലവിളി കേട്ട് ഓടി വന്ന പീറ്റർ ഹോമിൻ്റെ ഗർജനം കേട്ട് പട്ടി ഓടിപ്പോയെങ്കിലും അതിൻ്റെ പല്ലുകൾ ആ പെൺകുട്ടിയുടെ കഴുത്തിൽ താണിയിറങ്ങിയിരുന്നു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾ അന്ത്യശ്വാസം വലിച്ചു. ജന്മി പട്ടിയെ വെടിവെച്ച് കൊന്നെങ്കിലും ആ ഗ്രാമത്തിലുള്ള സകല ആളുകളും ആ മനുഷ്യനെ വെറുത്തു. ബാർലി വിതയ്ക്കേണ്ട കാലമായിരുന്നു അത്. ജന്മി നിലമെല്ലാം ഒരുക്കി. പക്ഷേ ഒരു പിടി വിത്ത് പോലും അയാൾക്ക് കൊടുക്കാൻ ആ നാട്ടിൽ ആരും കൂട്ടാക്കിയില്ല. കാണുന്നവരെല്ലാം അയാളെ നിന്ദിച്ചു. പക്ഷേ പീറ്റർ ഹോം അയാളെ വെറുത്തില്ല. അദ്ദേഹത്തിന് രാത്രിയിൽ കിടന്നിട്ട് ഉറക്കം വന്നില്ല. തൻ്റെ അയൽക്കാരൻ വിത്ത് കിട്ടാതെ വിഷമിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം ഓർത്തു. നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം എഴുന്നേറ്റു. അരപ്പറ വിത്ത് മാത്രമേ അറയിലിരിപ്പുള്ളൂ. അതെടുത്തുകൊണ്ട് അദ്ദേഹം വേലി കടന്ന് അയൽക്കാരൻ്റെ നിലത്ത് ആരും അറിയാതെ വിതച്ചു. ദിവസങ്ങൾ ഏതാനും കഴിഞ്ഞു. വിത്ത് കിളിർത്തു. പാടം പച്ച പുതച്ചു. പക്ഷേ പീറ്റർ ഹോമിൻ്റെ നിലത്തിൽ പകുതി തരിശായി കിടന്നിരുന്നു. അദ്ദേഹം തന്നെയാണ് അയൽക്കാരനായ ജന്മിയുടെ തൻ്റെ ശത്രുവിൻ്റെ നിലത്ത് ബാർലി വിതച്ചതെന്ന് ആ നാട്ടിലുള്ള എല്ലാവരും മനസ്സിലാക്കി. ശത്രുവിൻ്റെ നിലത്ത് നല്ല വിത്ത് വിതയ്ക്കാൻ കഴിയണമെങ്കിൽ മറ്റുള്ളവരോട് അവരുടെ പിഴകളെ പൊറുക്കാനുള്ള മനോഭാവം, അതിരിടാത്ത ക്ഷമയുടെ ആത്മാവ് നമുക്കുണ്ടായിരിക്കണം. ഇത് മനുഷ്യന് സാധ്യമാണോ എന്ന ചോദ്യത്തിന് മേലുദ്ധരിച്ച സംഭവകഥ ഉത്തരം നൽകുന്നു. ഓർക്കണമേ, നീ ശ്വസിക്കാൻ മറന്നാലും ക്ഷമിക്കാൻ മറക്കരുത്. സദൃശവാക്യം 17:13. ഒരുത്തൻ നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നുവെങ്കിൽ അവൻ്റെ ഭവനത്തെ തിന്മ വിട്ടുമാറുകയില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.